പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളും അങ്ങനെ തന്നെയാ, പാണക്കാട് കുടുംബമൊക്കെ അങ്ങനെ തന്നെയാ. സുന്നിയത്ത് വിട്ടിട്ട് ഒരു കളിയില്ല. പാണക്കാട് തങ്ങൾ സുന്നിയത്ത് പഠിപ്പിക്കാൻ ആരും മുന്നോട്ട് വരണ്ട, ബസറയിലേക്ക് തൽക്കാലം കാരൊക്കെ വേണ്ട എന്നേ ഞങ്ങൾ പറയുന്നുള്ളൂ. സ്വത്തരാഷ്ട്രീയത്തിന്റെ ബോധവും സ്വത്തൈക്യത്തിന്റെ ബോധവും ഈ മുസ്ലിം സമൂഹത്തിലെ കുട്ടികളിലേക്ക് വളർത്തിക്കൊണ്ടുവന്ന രണ്ട് മേഖലയാണ്. ഒന്ന് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയും മറ്റൊന്ന് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗും. ഇവർ രണ്ടും ഒന്നിച്ച് നിന്നാലേ കേരളത്തിലെ മുസ്ലിങ്ങൾക്ക് ഭാവിയിലും രക്ഷയുള്ളൂ. മറ്റു മതസംഘടനകളുണ്ട്, ഞാൻ ആരെയും ചെറുതാക്കാനും പറഞ്ഞില്ല, അവർക്ക് ചെയ്യുന്ന സേവനം വലുത് തന്നെയാണ്. പക്ഷെ ഇവരുടെ രണ്ട് സഹകരണവും പാണക്കാട് കുടുംബത്തിന്റെ നേതൃത്വത്തിൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയും പാണക്കാട് കുടുംബവും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗും ഈ സമുദായത്തിന് ഈ സമൂഹത്തിന് കൈവരിച്ചു തന്നിട്ടുള്ള നേട്ടം അത് ഏതെങ്കിലും സോഷ്യൽ മീഡിയയിൽ ആരെങ്കിലും എന്തെങ്കിലും വിളിച്ചു പറയുമ്പോഴേക്കും പൊളിഞ്ഞു പോകുമെന്ന് ആരും കരുതണ്ട. ഒറ്റക്കെട്ടായി തന്നെ ഈ സമൂഹം നിൽക്കും, ഒരുമിച്ച് നിൽക്കും. അതിൻ്റെ ഇടയിലേക്ക് പണ്ട് കാന്തപുരത്തിൻ്റെ പണി ഇപ്പം ചില ആളുകൾ ചെയ്യുന്നുണ്ട്. അതാര് ചെയ്താലും ശരി സമൂഹത്തിന് ഗുണം ചെയ്യൂല, സമൂഹത്തിന് ഗുണം ഉണ്ടാവില്ല. അതുകൊണ്ട് നമ്മൾ ഒരുമിച്ച് നിൽക്കുക, ജാഗ്രതയിൽ. പാണക്കാട് കുടുംബം സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയെ നയിച്ചുകൊണ്ടിരിക്കുന്നത് ബഹുമാനപ്പെട്ട സയ്യിദുൽ ഉലമ സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങളും ഷെയ്ഖുൽ ജാമിയ പ്രൊഫസർ കെ ആലിക്കുട്ടി ഉസ്താദുമാണ്. സ്വാത്വികരായ ആലിമീങ്ങൾ. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിനെ നയിച്ചുകൊണ്ടിരിക്കുന്നത് ബഹുമാനപ്പെട്ട മഹാനായ പാണക്കാട് സയ്യിദന്മാരാണ്. അവരൊക്കെയും സുന്നികളാണ്. ഇപ്പൊ പാണക്കാട് തങ്ങൾക്ക് സുന്നിയത്തുണ്ടോ എന്ന് അന്വേഷിച്ച് നടക്കുന്ന പണിയാണ് ചില ആളുകൾക്ക്. കോഴിക്കോട് കടപ്പുറത്തെ ഒരു സമ്മേളനം നടന്നു, മുസ്ലിം ലീഗ് നടത്തിയ സമ്മേളനമാണ്. ആ സമ്മേളനം ഏതായിരുന്നറിയോ? പലസ്തീൻ ഐക്യദാർഢ്യ സമ്മേളനം. മുസ്ലിം ലീഗ് ആദ്യം നടത്തിയത്. പലസ്തീൻ ഐക്യദാർഢ്യ സമ്മേളനം നടത്തിയപ്പോൾ ലോകത്തെണ്ണപ്പെട്ട ഐക്യദാർഢ്യ സമ്മേളനത്തിൽ ഉന്നത സ്ഥാനത്ത് അതാണെന്ന് ലോക മീഡിയ റിപ്പോർട്ട് ചെയ്തു. ആ സമ്മേളനത്തിൽ ബഹുമാനപ്പെട്ട പാണക്കാട് സയ്യിദ് സ്വാദിഖ് അലി ശിഹാബ് തങ്ങൾ ഫാത്തിഹ ഓതി ദുആ ചെയ്ത്, സാധാരണ ഏതെങ്കിലും ഉള്ള പെട്ടെന്നുള്ള ദുആ അല്ല, ദീർഘനേരം ദുആ ചെയ്ത് മഹാനവറുകൾക്ക് അറിയാവുന്ന ഔലിയാക്കന്മാരെ മുഴുവനും വിളിച്ചു. ഔലിയാക്കന്മാരുടെ ഹദറത്തിലേക്ക് ഫാത്തിഹ അതിയ ചെയ്തു. അവരുടെ ഹക്ക് കൊണ്ട്, അവരുടെ ജാഹ് കൊണ്ട് അല്ലാഹുവേ ഫലസ്തീനെ രക്ഷിക്കണേ എന്ന് മുജാഹിദ് ആമീൻ പറഞ്ഞു. പാണക്കാട് തങ്ങളല്ലേ ദ്വാരിക്കുന്നത്? ആമീൻ പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, പാണക്കാട് തങ്ങളെ, ഈ വേദി എന്ന് പറഞ്ഞാൽ മുജാഹിദും ജമാഅത്തും ഒക്കെ ഉള്ള വേദി, സുന്നിയൊക്കെ ഉള്ള വേദിയാ, നിങ്ങൾ ഇവിടെ സുന്നിയത്ത് കൊണ്ടുവരണ്ടെന്ന് പറഞ്ഞ് അവരിറങ്ങിപ്പോയോ? അവരാമീൻ പറഞ്ഞു. പാണക്കാട് തങ്ങൾ വ്യക്തമായി അദ്ദേഹത്തിന് സുന്നിസം കാണിച്ചു. സുന്നി ആശയത്തിൽ നിന്ന് പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളും അങ്ങനെ തന്നെയാ, പാണക്കാട് കുടുംബമൊക്കെ അങ്ങനെ തന്നെയാ. സുന്നിയത്ത് വിട്ടിട്ട് ഒരു കളിയില്ല. പാണക്കാട് തങ്ങൾ സുന്നിയത്ത് പഠിപ്പിക്കാൻ ആരും മുന്നോട്ട് വരണ്ട, ബസറയിലേക്ക് തൽക്കാലം കാരൊക്കെ വേണ്ട എന്നേ ഞങ്ങൾ പറയുന്നുള്ളൂ. പാണക്കാട് തങ്ങന്മാര് നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അവർക്ക് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ആലിമീങ്ങളോടൊക്കെ ബഹുമാനാ. പാണക്കാട് തങ്ങന്മാരോട് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമക്കും വലിയ ബഹുമാനാണ്. അതിൻ്റെ ഉള്ളിലൊരു വെള്ളലുണ്ടാക്കി കൂട്ടിമുട്ടിച്ച് കുറുക്കനെ പോലെ ചോര കുടിക്കാമെന്ന് ആരെങ്കിലും മോഹിച്ചെങ്കിൽ അത് തിരുത്തുന്നതാണ് നല്ലത് എന്നേ ഞങ്ങൾ സൂചിപ്പിക്കാനുള്ളൂ. ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ നിലകൊള്ളണം, ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗും നിലകൊള്ളണം. ശക്തമായ സൗഹൃദത്തോടെ മുന്നോട്ട് പോകണം. എന്നാലും നമ്മളെ മദ്രസയും പള്ളിയൊക്കെ ഉണ്ടാവും. പാർലമെന്റിൽ ലീഗ് നേതാക്കന്മാർ വേണം. സമസ്ത മത്സരിക്കും പാർലമെന്റിൽ. നേരത്തെ ബഹുമാനപ്പെട്ട അസന്താനി ഇവിടെ പറഞ്ഞല്ലോ, പാർലമെന്റിലെ ആ 3 സിംഹങ്ങൾ ഇടപെടുന്നവിടെ സമസ്തക്ക് അഭിമാനമല്ലേ അത്? അവരവിടെ ശബ്ദിക്കണ്ടേ? പാർലമെന്റിൽ പോവേണ്ടത് ലീഗാണ്, പാർലമെന്റിൽ സമസ്ത പോകില്ല. നിയമസഭയിൽ പോവേണ്ടത് ലീഗാണ്, നിയമസഭയിൽ സമസ്ത പോകില്ല. പഞ്ചായത്തിൽ പോകേണ്ടത് ലീഗാണ്, പഞ്ചായത്തിൽ സമസ്ത പോകില്ല. പള്ളിയിൽ ഇമാമത്ത് നിൽക്കേണ്ടത് സമസ്തയാണ്, അവിടെ ലീഗ് വരില്ല. ഖുത്ബ നിർവഹിക്കേണ്ടത് പണ്ഡിതന്മാരാണ്, സമസ്തയാണ്. മദ്രസയിലെ കുട്ടികളെ പഠിപ്പിക്കേണ്ടത് സമസ്തയാണ്, അവിടെ ലീഗ് വരില്ല. ലീഗിൻ്റെതായ മേഖലകളിലൂടെ പ്രവർത്തിച്ച് സമുദായത്തിന് ഇസ്സത്തുണ്ടാക്കട്ടെ. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ആലിമീങ്ങൾ അവരുടെ മേഖല പ്രവർത്തിച്ചുകൊണ്ട് സമസ്തയ്ക്ക് മുസ്ലിം സമുദായത്തിന് പരലോക മോക്ഷമുണ്ടാക്കുന്നതിന് പ്രവർത്തനം നടത്തട്ടെ. നാട്ടികു സാർ പറഞ്ഞ പോലെ രണ്ടും 2 റൂട്ടാ, 2 ലൈനാ, തമ്മിൽ സംഘർഷമില്ല, സഹകരിച്ചു പോകും, ഒരുമിച്ച് നിൽക്കും. ആ സഹകരണം കണ്ട് അസൂയ പൂണ്ട ആരെങ്കിലും ഇത് ഭിന്നിപ്പിച്ച് ഒന്ന് മുടക്കാമെന്ന് ഏതെങ്കിലും ചെങ്കൊടി രാഷ്ട്രീയക്കാരൻ ചിന്തിക്കുന്നെങ്കിൽ അത് അവസാനിപ്പിച്ചേക്ക് എന്നേ ഞങ്ങൾക്ക് പറയാനുള്ളൂ.
ഈ ഐക്യം തന്നെയാണ് കരണീയമായ മാർഗം. അതിനൊരുമിച്ച് നിന്ന് അടുത്ത പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് നമ്മൾ നേരിടണം. ഒരുമിച്ച് നിന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിടണം. ഒരുമിച്ച് നിന്ന് മദ്രസയും പള്ളിയും നമ്മൾ സംരക്ഷിക്കണം. ഉലമാക്കളും ഉമറാക്കളും. ഇവിടെ ഒരു കാലഘട്ടത്തിൽ ചെങ്കൊടി രാഷ്ട്രീയക്കാരൻ്റെ അക്രമത്തിനിരയായി പല മദ്രസകളും പൂട്ടാൻ ശ്രമിച്ചപ്പോൾ, പലരുടെയും മേഖലകളിൽ നമ്മുടെ നേതാക്കന്മാർക്കെതിരെ കടന്നു വന്നപ്പോൾ, അന്ന് നെഞ്ചി വിരിച്ചിരുന്നു കൊണ്ട് സമസ്തയുടെ മദ്രസയും പള്ളിയും സംരക്ഷിച്ചത് മുസ്ലിം യൂത്ത് ലീഗിന്റെ ചുണക്കുട്ടികളാണ്. അന്ന് ഫത്വ കൊടുത്തുകൊണ്ട് മുസ്ലിം സമുദായത്തെ കമ്മ്യൂണിസത്തിലേക്ക്, ആലയിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി നാടാകെ വാല പറഞ്ഞുകൊണ്ട് നടന്നപ്പോ അതിനെ ചെറുത്തു തോൽപ്പിച്ചുകൊണ്ട് മുസ്ലിം ലീഗ് രാഷ്ട്രീയത്തിനെയും സംരക്ഷിക്കാൻ ആകാവുന്ന അത്ര ശ്രമങ്ങൾ നടത്തിക്കൊണ്ട് സമുദായത്തിന്റെ ഇസ്സത്ത് കാത്തത് SKSFന്റെയും സമസ്തയുടെയും പ്രവർത്തകന്മാരാണ്. അത് രണ്ടും നിലകൊള്ളണം. ഇനി ഖിയാമത്ത് നാൾ വരെ അങ്ങനെ തന്നെ പോകണം. അതിന് അല്ലാഹു തൗഫീക്ക് നൽകട്ടെ.